ഫുൾ ത്രോട്ടിൽ ഇതിനത് നീ പോലും അറിയൂല, നീ ഇപ്പൊ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പൊ ഒരു മോഡിങ് ആയിപ്പോ സെറ്റ് ചെയ്തിടും. അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റൂല. പിന്നെ നീ എവിടെയാന്ന് നമ്മള് പറയും. ഓ പഠിച്ച് 2 ദിവസം വീട്ടിൽ ഇരുന്ന് പഠിച്ച് ലീവ് എടുത്ത് ബുക്കും പേപ്പറും ഒക്കെ എഴുതി ഒട്ടിക്കണം. ഞങ്ങൾക്ക് തുപ്പല് അടിച്ച പറഞ്ഞില്ലേ ദേഹത്തൊക്കെ എഴുതിട്ട് 5 5 മതി. കൊള്ളാം. ഒരു നല്ലൊരു പരിപാടിയാണ് കേട്ടോ. വണ്ടി എവിടെ ഇരിക്കണ്, എങ്ങനെയൊക്കെ പോണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എന്തായാലും ഇലക്ട്രിക്കിലുള്ള പരിപാടിയാണ്, സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള കുറേ പരിപാടിയാണ്. ഏതറിൽ വരേണ്ട ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇപ്പോൾ വണ്ടിയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന ഫോണിൽ കൂടെ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നാൽ തെഫ്റ്റ് പരിപാടികളൊക്കെ കുറയൂലേ? അതൊരു നല്ല ഓപ്ഷൻ അല്ലേടാ. ഇപ്പോൾ വണ്ടി ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ വണ്ടി ഓഫ് ചെയ്ത് അവിടെ നിർത്തിക്കാം. മനസ്സിലായി? ഇപ്പോൾ ഈ ചെറുക്കണ്ടല്ലേ, അവൻ്റെ അനിയനാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. ചെറുക്കനാണെങ്കിൽ ഓഫ് ചെയ്ത് നമ്മൾ ഈ സത്യമംഗലം കാട്ടിനകത്ത് വീരപ്പനെയൊക്കെ കണ്ടുപിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഡിമെറിറ്റ്സ് വരും. പക്ഷേ ഒരു തരത്തിൽ മെറിറ്റ്സ് ആണ് കൂടുതലും അതിനെ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം, അതിന് ചെറുക്കനെ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇല്ലെങ്കിൽ ചെറുക്കൻ നമ്മളെ തപ്പി വരും. അല്ല മാറിയിരുന്നെങ്കിൽ ബാക്കി പരിപാടി തുടങ്ങായിരുന്നു. സീന് സാധനം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്വിക്ക് ത്രോട്ടിൽ റെസ്പോൺസ്. കാടാണ്, അത് തേറമാര് പിടിച്ചു വെക്കും. വിഷം പോരണ്ട അമ്പ് വെച്ചമാര് ഇടും. കാന്താരൊക്കെ കണ്ടതിന് കാട്ടിനോട് തിരികെയൊക്കെ പേടിയാവും. ദൈവത്തിന്റെ പൂന്തോട്ടത്തിൽ പോയി നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആണ് കേട്ടോ. ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞത്. 1 2 സെക്കൻഡ് ലോൺ ആയിട്ടുണ്ടേ. 1 2 സെക്കൻഡ് ലോൺ ആയിട്ടുണ്ട്. എൻജിൻ കിൽ സ്വിച്ച് ഓൺ ആക്കുകയാണ്. ഇവിടെ സ്മാർട്ട് ഈക്കോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ റൈഡ്, സ്പോട്ട്, വാർപ്പ്. ഇതിനിടയ്ക്ക് ഈക്കോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ സ്മാർട്ട് ഈക്കോയാണ് ഏറ്റവും ബേസ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് സ്മാർട്ട് ഈക്കോ ഓഫ് ചെയ്തിട്ട് ഈക്കോ മോഡിൽ നമുക്ക് ആദ്യം വണ്ടി റൈഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈക്കോ മോഡും സ്മാർട്ട് ഈക്കോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ വണ്ടി ഓട്ടിച്ചു കൊണ്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമുക്ക് ഔട്ട്ഡോർ വരുന്ന ബ്രൈറ്റ്നസ് വരുന്നത്. ഇതിപ്പം ഓട്ടോമാറ്റിക്കലല്ല ഞാൻ ഇട്ടയ്ക്കുന്നത്, ഫുള്ള് ബ്രൈറ്റ്നസ്സിലാണ് ഇട്ടയ്ക്കുന്നത്. ലൈറ്റ് മോഡ് വേണമെങ്കിൽ ഇടാം, ഡാർക്ക് മോഡ് വേണമെങ്കിൽ ഇടാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ കാണിച്ച് തരാം. അപ്പോൾ നമുക്ക് ഈക്കോ മോഡിൽ വന്നിട്ട് ഫുൾ ത്രോട്ടിൽ നോക്കാം. മാക്സിമം ടോപ്പ് സ്പീഡ് എത്രയാണ്. നമ്മൾ ടോപ്പ് സ്പീഡ് ഒരിക്കലും ചെക്ക് ചെയ്യാൻ പാടില്ല, എന്നാലും നമുക്ക് കാണിച്ചു തരാം എത്ര വരെ നമുക്ക് ത്രോട്ടിൽ കയറി പോണ് എന്നുള്ള കാര്യം ഏകദേശം എത്രയാണെന്ന് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒന്നാതെ വണ്ടി കൈ കിട്ടിയ കുഴപ്പമെന്നാണ് പറയണത്. അപ്പം ഗൈസ് ഈക്കോ മോഡാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പോവുകയാണ്. ഫുൾ ത്രോട്ടിൽ കൊടുക്കണതിന് മുമ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ബ്രേക്ക് പിടിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ ഓണാണ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റിയും പറഞ്ഞുതരാം. ഫുൾ ത്രോട്ടിൽ കൊടുത്താലും വണ്ടി സ്കിഡ് ആവാതെ കയറി പോവും. ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ദാ ഇങ്ങനെ കയറി 6 12 16 20 29 33 ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 45 50 റേഞ്ചൊക്കെയാണ് നമുക്ക് മാക്സിമം ഈക്കോ മോഡിൽ പോകാൻ പറ്റുന്നത്. 48 ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 50 നമുക്ക് ഈക്കോ മോഡിൽ മാക്സിമം പോകാൻ പറ്റുള്ളൂ. അപ്പം സ്മാർട്ട് ഈക്കോ എന്ന് പറഞ്ഞാൽ ഈക്കോയെക്കാളും കുറച്ച് റേഞ്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്മാർട്ട് ഈക്കോ അങ്ങനെയുള്ള സാധനമല്ല. ഈക്കോ മോഡാണ് നമുക്ക് എനർജി സേവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈക്കോ മോഡിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 50 മാക്സിമം 50. ഇനി നമ്മൾ സ്മാർട്ട് ഈക്കോയിലോട്ട് ഇടാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് സ്മാർട്ട് ഈക്കോയുടെ റേഞ്ച്, എന്താണ് സ്മാർട്ട് ഈക്കോ എന്ന്. നമ്മൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്മാർട്ട് ഈക്കോയിലോട്ട് പോവുക. സ്മാർട്ട് ഈക്കോയിലോട്ട് പോയിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്ലസ്റ്റർ ഇങ്ങനെ കാണിക്കുന്നതാണ്. ക്വിക്ക് ത്രോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്കോയെക്കാട്ടിലും 1% കൂടെ അങ്ങോട്ട് കുറച്ചുകൂടെ ക്വിക്ക് ത്രോട്ടിലായിട്ട് നമുക്ക് വരും. അതായത് ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചുകൂടെ പക്കയായിട്ട്, ഒരു ആക്സിലറേഷൻ കുറച്ചുകൂടെ പക്കയായിട്ട് കിട്ടും. എന്നാൽ നമുക്ക് മാക്സിമം സ്പീഡ് നമുക്കൊരു 60-65 വരെ പോകാൻ പറ്റും. അതായത് ഈക്കോ മോഡ് പോലെ തന്നെയാണ്, എന്നാലും നമ്മളുടെ ഈക്കോയിൽ തന്നെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. അതായത് ഇപ്പോൾ നമുക്ക് സിറ്റി റൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്കോ മോഡിൽ പോവാം. പക്ഷേ സിറ്റി റൈഡല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം റേഞ്ചും വേണം. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ക്വിക്ക് ത്രോട്ടിൽ റെസ്പോൺസ് അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ആക്സിലറേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഈക്കോയിലിടാം. സ്മാർട്ട് ഈക്കോയിലിട്ടാൽ ഒരു 60-65 വരെയൊക്കെ നമുക്ക് സ്പീഡ് പോകാൻ പറ്റും. പക്ഷേ
നിങ്ങൾക്ക് എന്താ ബാറ്ററി നമ്മുടെ ഈക്കോയിൽ നിൽക്കും പോലെ, ചാർജ് ഈക്കോയിൽ നിൽക്കും പോലെ അത്ര റേഞ്ച് കിട്ടില്ല. നമ്മൾ ഈ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മൾ ഓട്ടിക്കാൻ പോണത്, അതുകൊണ്ട് ആ ഒരു റേഞ്ച് കിട്ടില്ല. മറ്റേതൊരു ലിമിറ്റാണ് 50 മാക്സിമം. ഇനി എങ്ങനെയൊക്കെ പോയാലും ഒരു റേഞ്ച് കിട്ടും. പക്ഷേ സ്മാർട്ട് ഈക്കോയിൽ നമുക്ക് നല്ല ഒരു 65 വരെയൊക്കെ പോകാൻ പറ്റും. എന്നാൽ സിറ്റിയിലൊക്കെ നമുക്ക് അത്യാവശ്യം ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ എടുത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റും. ആ ഒരു ഓവർടേക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ഗുണമുള്ളൊരു സാധനമാണ് ഈ സ്മാർട്ട് ഈക്കോ. അപ്പോൾ സ്മാർട്ട് ഈക്കോയിൽ ഓടുന്നതാണ് ഒരു സിറ്റി റൈഡിനൊക്കെ നല്ലത്. ചേട്ടാ ചാടുമോ? ചാടില്ലേ? ഓക്കെ നിന്നോ. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഈക്കോ കുറച്ച് ബെറ്ററാണ് സാധനം. അപ്പോൾ സ്മാർട്ട് ഈക്കോയിൽ തേരി എത്രത്തോളം കയറുമെന്ന് നോക്കാം. തേരി നമുക്ക് ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു തേരി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്മാർട്ട് ഈക്കോയിൽ ചെറിയ തേരി കയറുകയാണ്. തേരിയൊക്കെ കയറുമ്പോൾ നമ്മുടെ ഈക്കോ മോഡിലെ മാക്സിമം പവർ എത്രയാണ് ആ ഒരു പവറിലാണ് സ്മാർട്ട് ഈക്കോയിൽ തേരിയൊക്കെ കയറണം കേട്ടോ. ഒരു 50 ആ റേഞ്ചിലൊക്കെ തേരിക്ക് പോകുന്നുണ്ട്. കുറച്ചുകൂടെ തേരി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ തേരി ആകുമ്പോൾ എത്ര പോകുമെന്ന് വെച്ചാൽ 47, 50, 40 എന്തായാലും 40 റേഞ്ച് നമുക്ക് ഈ ഒരു ചെറിയ തേരിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബൈക്കിൽ ഒരു 4 കയറി പോകാൻ പറ്റുന്ന തേരിയാണ്. ഓടി വരണമെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ടെടുക്കണമെങ്കിൽ ഫസ്റ്റിൽ തന്നെ എടുക്കണം. അപ്പോൾ ഈ തേരി ഒരു 40 റേഞ്ച് തന്നെയാണ്. ഈ തേരിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 40 റേഞ്ചിൽ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആ ഒരു സ്മാർട്ട് ഈക്കോയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ അതാണ് സ്മാർട്ട് ഈക്കോ. 40+ എന്തായാലും തേരി 40 നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ക്ലസ്റ്റർ സ്പീഡ് കാണാൻ പറ്റില്ല, കാരണം ഡയറക്റ്റ് സൺലൈറ്റ് ഇവിടെ അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഇതാണ് ഗൈസ് സ്മാർട്ട് ഈക്കോ. ഇനി നമുക്ക് റൈഡിൻ്റെ ക്വിക്ക് ത്രോട്ടിൽ ഒന്ന് കാണാമേ. റൈഡിൻ്റെ ക്വിക്ക് ത്രോട്ടിൽ ജസ്റ്റ് നമ്മൾ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരു ഇറക്കമാണ്. നമ്മളിപ്പോൾ എന്താ വണ്ടി സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ റൈഡ് നമ്മൾ മോഡിട്ടിട്ടുണ്ട്. ഒരു 15, 10 ഒക്കെയാണ്. എന്നാലും നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ക്വിക്ക് ത്രോട്ടിൽ ഇറക്കത്തിൽ നോക്കാമേ. റൈഡ് മോഡൽ ക്വിക്ക് ത്രോട്ടിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സ്മാർട്ട് ഈക്കോയേക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം ഫീൽ ചെയ്യും. ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ് പോണത്. ഭയങ്കര ത്രോട്ടിൽ റെസ്പോൺസ് ആണ് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ റെസ്പോൺസാണ്. ആ ത്രോട്ടിൽ റെസ്പോൺസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ട് അല്ലെങ്കിൽ വാർപ്പ് മോഡിടണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് അറിയാൻ പറ്റുള്ളൂ. ഒരു 65, 70+ ഒക്കെ നമുക്ക് റൈഡ് മോഡിൽ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ആരും അത്രയൊന്നും സ്പീഡ് കൂട്ടിയൊന്നും വണ്ടി ഓട്ടിക്കരുത്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് തിരക്ക് കുറഞ്ഞ റോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു റൈഡ് മോഡ്. നമ്മളൊരിക്കലും ടോപ്പ് സ്പീഡൊന്നും എടുക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ത്രോട്ട് റെസ്പോൺസ് കാണിച്ചു തരാൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. റൈഡ് മോഡിൽ ഒരു തേരി കയറുകയാണ്. റൈഡ് മോഡിൽ തേരി കയറുമ്പോൾ 50+ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊന്നും വലിയ വിഷയമല്ല. നമുക്ക് ലാഗൊന്നുമില്ല. റൈഡ് മോഡ് പക്കയാണ്. റൈഡ് മോഡെന്ന് പറയുന്നത് റൈഡ് മോഡ് പക്കയായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. കർവൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവുമില്ല. ടയറൊക്കെ അത്രയ്ക്കും പക്കയാണ്. ഈ ഒരു ലെവലിൽ ഓവർടേക്ക് ചെയ്യാൻ തേരിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാറ് പതുക്കെ പോവുകയാണ്. ഞാൻ ഇത്തിരി കഷ്ടപ്പെടുകയാണ് ഓവർടേക്ക് ചെയ്യാനായിട്ട്. എന്നാലും കുഴപ്പമില്ല. ടോപ്പ് സ്പീഡ് ഒരു 60 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ തേരിയാണ് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത് സ്പോട്ട് മോഡ് ഇട്ടാലോ. സ്പോട്ട് മോഡ് തേരിയിൽ എത്രയാണ് ക്വിക്ക് ആയിട്ട് പോകണമെന്ന് നമുക്ക് നോക്കാം. സ്പോട്ട് മോഡ് നമുക്ക് തേരിയിൽ ക്വിക്കായിട്ട് പോകാനായിട്ട് നമ്മളിതാ വണ്ടി ഇവിടെ നിർത്തുകയാണ്. വണ്ടി നിർത്തിയതിന് ശേഷം ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പോവുകയാണ്. റൈഡ് മോഡാണ്. ഓട്ടോ ഹോൾഡ് ഓൺ ആണ് കേട്ടോ. ഓട്ടോ ഹോൾഡ്. അപ്പോൾ നമുക്ക് ഫുള്ള് കൊടുക്കുമ്പോൾ 10, 20, 25, 35, 36 എന്ന് പറഞ്ഞ് നമുക്ക് കയറി പോവുകയാണ്. തേരിയാണ് കേട്ടോ. തേരിയിലാണ് പോകുന്നത്. അങ്ങനെ ഫുൾ ത്രോട്ടിൽ 60+ തേരി. എഴുപത് പ്ലസ് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യുന്നില്ല. അപ്പം എന്താ 70+ ഒക്കെ നമുക്ക് അടിച്ച് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ ഓവർടേക്ക് ചെയ്യാനൊക്കെ പക്കയാണ് കേട്ടോ. അത് സ്പോട്ടിലൊക്കെ ഓവർടേക്ക് ചെയ്യാനും കോർണർ ചെയ്തിട്ടൊക്കെ കൈ കൊടുത്ത് കയറി പോകാനൊക്കെ പൊളി. അയ്യോടെ കോർണർ അടിച്ചെടുത്തത് അങ്ങനെ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ സീന് സാധനം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ്. ഏതറിൻ്റെ ആ ഒരു പെർഫോമൻസും ഇതാണ്. ഇനി നമുക്ക് വാർപ്പ് ഇടണ്ടേ. വാർപ്പ് നമുക്ക് നിന്റെയൊക്കെ സമയമാകുന്നതേ ഉള്ളൂടാ കളയാടി മോനെ. എന്താ ഇപ്പൊ സംഭവിച്ചേ? എന്തിനാ ഇവരൊക്കെ പടക്കം പൊട്ടിച്ച്?
ഓവർടേക്ക് ചെയ്യാനൊക്കെ പക്ക. ഇവിടെ ആരാടാ ഓവർടേക്ക് ചെയ്യണേ? ആ വണ്ടി ഞാൻ ഓവർടേക്ക് ചെയ്തു. മനുഷ്യൻ പോലും ഇവിടെയൊക്കെ എടുത്തോണ്ട് ചാവണം, അസ്ഥി കൂടാവും. ഇവിടെയാണ് ഞാൻ മറ്റേ സ്വിഫ്റ്റിന്റെ വീഡിയോ എടുത്തത്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമുക്കപ്പോ വാർപ്പൂടെ കാണിച്ചു തരാം. വാർപ്പൂടെ വാർപ്പിട്ടില്ലേ? ഇല്ല, ഫുൾ ത്രോട്ടിൽ ഇതരുത്. 30, 40, 50, 60 ഞാൻ പോകുന്നുണ്ട്. 70, 80, 80+ എന്തായാലും 90+ കയറും. നമ്മള് അങ്ങനെ കാണിച്ചു തരുന്നില്ല. എന്നാലും നമുക്ക് ഫുൾ ത്രോട്ടിൽ പോയി നോക്കാം. കാര്യം ഇത് കണ്ടിട്ട് അടിക്കടി കാര്യം കൊണ്ട് പോകണം. ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കണ്ട, ഇറക്കത്തിലൊക്കെ നോക്കണ്ട. പറക്കുന്നളിക ഗൈസ്. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ കൊള്ളാം അല്ലേ? ഇവിടെ ഇട്ടെടുക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് വാർപ്പിന്റെ ടോപ്പ്. നിങ്ങൾ സിറ്റിയിൽ നല്ല സ്ട്രെയിറ്റ് റോഡൊക്കെ കിട്ടണം, ഹൈവേ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 90+ ഒക്കെ ചുമ്മാ കയറി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആരും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. കാട്ടിനകത്തുകൊണ്ട് പ്ലാസ്റ്റിക് ഇറങ്ങണം എന്തിനാണെന്നോ, എന്നൊക്കെ വീട്ടിനകത്ത് കൊണ്ട് തട്ടി കൊടുക്കണം ഇതൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിന്റെ ആ ഒരു ക്വിക്ക് ത്രോട്ടിൽ റെസ്പോൺസ്. കാടാണ്, അത് തേറമാര് പിടിച്ചു വെക്കും. വിഷം പോരണ്ട അമ്പ് വെച്ചവന്മാര് ഇടും. കാന്താരയൊക്കെ കണ്ടതിന് കാട്ടിനോട് തിരികെ വെക്കാൻ പേടിയാവും. ദൈവത്തിന്റെ പൂന്തോട്ടത്തിൽ പോയി നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആണ് കേട്ടോ. ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞത്. കറവൊക്കെ പൊളി. പിന്നെ ഇത് നമുക്ക് തിരിച്ചിട്ട് ബ്രേക്കിംഗ് ഉണ്ടല്ലോ, ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിപ്പോൾ മാക്സിമത്തിൽ കിടക്കുകയാണ്. നമ്മളിങ്ങനെ വന്നിട്ട് ഇപ്പം ബ്രേക്കൊന്നും പിടിക്കണ്ട, നമുക്കത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വണ്ടി നിൽക്കും. കണ്ട ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊടുത്ത് വന്നിട്ട് തിരിച്ച് ട്വിസ്റ്റ് ചെയ്താൽ വണ്ടി നിൽക്കും. ബ്രേക്കൊന്നും പിടിക്കണ്ട, കണ്ട ഇന്ന് വണ്ടി. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇവിടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കാണിച്ചു തരാണ്ട. ഇതിപ്പോൾ മാക്സിമത്തിലാണ് കിടക്കണം ട്വിസ്റ്റ്. കണ്ട മാക്സിമത്തിലാണ് ട്വിസ്റ്റ് കിടക്കുന്നത്. ട്വിസ്റ്റ് ഓഫ് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അതാണ്ട ട്വിസ്റ്റ്. ലോ, ഓഫ്, ഹൈ ഉണ്ട്. ഹൈ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ പ്ലേ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കും. എന്ന് പറഞ്ഞാൽ കുത്തനെ നിൽക്കുന്നില്ല, നല്ല നമ്മൾ നോർമലി ബ്രേക്ക് കുടിക്കും പോലെ നിൽക്കും. ലൈഫ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഓഫിലിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലോയിലിടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ പിടിക്കുമ്പം കുറച്ചുകൂടെ സ്ലോ ആയിട്ടേ നിൽക്കുകയുള്ളൂ. ഓഫിലിടണമെന്നുണ്ടെങ്കിൽ ഓഫ്. അപ്പോൾ നല്ല ഹൈ സ്പീഡിലൊക്കെ വാർപ്പിലൊക്കെ പോകണവന്മാർക്ക് ഹൈ ആണ് നല്ലത് കേട്ടോ. ഇതും കൂടെ ഒക്കെ പിടിച്ചിട്ട് അവസാനം കൺഫ്യൂസ് ആയിട്ട് പോയി എവിടെ ഇപ്പോൾ ക്യാരകളായില്ലേ. പിന്നെ ഇതെന്തിനാണ് ഈ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തേക്കണേന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മുടെ ബ്രേക്ക് പേഡ്സിൻ്റെയൊക്കെ ലൈഫ് കൂട്ടാൻ പറ്റും. നമ്മുടെ ബ്രേക്ക് പേഡിൻ്റെ ലൈഫ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഈ ട്വിസ്റ്റ് മോഡ് വന്നിട്ടുള്ളത്. അതാണ് ഇതിൽ വന്നിട്ടുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പം അതും നമുക്ക് ഇതിലൊരു പുതിയൊരു ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഉപയോഗം ഞാനിപ്പോൾ കാണിച്ചിട്ട് ഒന്ന് ഇറങ്ങും സാർ, ഒന്ന് ഇറങ്ങും. പിന്നെ നമുക്ക് ഈ ഒരു ഈക്കോ മോഡിലാണെന്നുണ്ടെങ്കിൽ സോളോ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടും കേട്ടോ. സ്മാർട്ട് ഈക്കോയിലെ പോലെ ഈക്കോ മോഡിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടും, കുറച്ചുകൂടെ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഓണിൻ്റെ ഉപയോഗം കാണിച്ചു തരാം. ഇപ്പം വാർപ്പിലിട്ടാണ് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക് കാണണ്ട എത്ര കറങ്ങുള്ളൂ, ഇത്ര കറങ്ങുള്ളൂ. അപ്പോൾ ഈ വാർപ്പ് മോഡിലാണെങ്കിൽ പോലും നമുക്ക് ഈ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെങ്കിൽ ആ ഒരു ചെറിയ സ്പിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അതേസമയത്ത് നമ്മളിപ്പം ഈക്കോ മോഡിലിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മാർട്ട് ഈക്കോ മോഡിൽ ഇട്ടിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഇല്ല, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഓടിച്ച് പഠിക്കുന്നവർക്ക് ഇത് ഇലക്ട്രിക് വണ്ടി പെട്ടെന്ന് സ്പിന്നായി കറങ്ങി പോകുമെന്നുള്ളൊരു പേടി കാണും. അങ്ങനത്തെ സാധനം വേണ്ട. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ ഫ്രണ്ട് പൊക്കാനും പറ്റില്ല, ബാക്ക് കറക്കാനും പറ്റില്ല. ഇപ്പം ഫുൾ ത്രോട്ടിലിട്ട് ഫ്രണ്ടൊക്കെ പൊക്കി പോകുന്നവർക്കൊന്നും ആ പരിപാടി നടക്കില്ല. എന്നിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൽ നമുക്ക് ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ചാവി ഓൺ ആക്കുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ DRL വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇവിടെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തുന്നതാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി, ആ ഒരു പഴയ ഏതറിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പഴയ ഏതറിനെക്കാട്ടിലും ഇവിടുത്തെ മെറ്റീരിയൽസിനൊക്കെ എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ട് ഈ ഒരു സാധനത്തിന്, ഈ ഒരു ഇവിടെയും ഈ സ്വിച്ചസിനൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ നമുക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു പിടിയാണ്, പൈസ കൊടുക്കണം. റേസ് കുറച്ചുകൂടെ ആ ഒരു പഴയതിനെക്കാളിലും കുറച്ചുകൂടെ ആ ഒരു ഷേക്ക് ഫ്രീ ആയിട്ടുണ്ട്. പഴയത് ഇവിടുത്തെ ഒരു സാധനത്തിനൊക്കെ ഒരു ചെറിയൊരു
ക്വാളിറ്റിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ആ ഒരു ഇതൊന്നുമില്ല. 450X എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇതാണ് ആ ഒരു സൈഡിൽ നിന്നുള്ള ആ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നേരെ വരുമ്പം ഷോക്ക് അബ്സർവർ വരുന്നുണ്ട്, ഇവിടെ റിഫ്ലക്ടർ വരുന്നുണ്ട്. 90-12 ഇതിൻ്റെ ഈ ഒരു ടയർ സൈസ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബൈബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ഡിസ്ക് ബ്രേക്ക് വരുന്നത്. ബ്രേക്കിംഗ് പരിപാടിയാണ്. ടയറൊക്കെ നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. പഴയ ഏതറിന് വന്നിട്ടുള്ള സെയിം ടയർ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ക്വാളിറ്റിയൊക്കെ അത്ര തന്നെയാണ്. ഈ ഒരു സാധനത്തിന് കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. മഡ് ഗാർഡിന് ആ ഒരു ക്വാളിറ്റി തന്നെയാണ്. എല്ലാത്തിനും ഒരേ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഡിമ്മും ബ്രൈറ്റും വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഏതറിന് അവിടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു 450 എന്ന് എഴുതിക്കണം. മാറ്റ് ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റണതാണ്. പിന്നെ നമുക്ക് ചാർജർ സോക്കറ്റ് പരിപാടികളൊന്നുമില്ല. ഇവിടെ നമുക്ക് കവർ തൂക്കിയിടാനായിട്ടൊരു സാധനമുണ്ട്. ഇതിൽ വേറെ പരിപാടിയില്ല. ഓണ് ഓഫ് ഡിക്കി തുറക്കാനുള്ളതാണ്. ഡിക്കിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ചാർജ് കൊടുക്കാനുള്ളത്. അപ്പം ചാർജിങ് ടൈം കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം. CTOR നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്, അതിന് കാശ് കൊടുക്കണം. അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഏതറിൻ്റെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഫുഡ് റെസ്റ്റ് ഇവിടെ നമുക്ക് എക്സ്ട്രാ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. ഈ ഒരു സാധനം സാരി ഗാർഡ് നമുക്ക് എക്സ്ട്രാ വാങ്ങിച്ച് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ആ ഒരു മോട്ടർ ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് മോട്ടർ ബെൽറ്റ് അതാണ് അതിൻ്റെ ബെൽറ്റ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ബാക്കിലും 100-80-12 ബാക്കിലെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്താൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്യാതെ ഇതിനൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടൊക്കെയാണ് നല്ലത്. മാനുഫാക്ചർ കമ്പനി പറഞ്ഞത് MRFൻ്റെ ടയർ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും വണ്ടി എടുക്കുന്ന സമയത്ത് ടയറിൻ്റെ മാനുഫാക്ചറിങ് നോക്കിക്കണം. വണ്ടിയേക്കാളും വളരെ പഴക്കമുള്ള ടയറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി ചൂസ് ചെയ്യില്ല. അതായത് പിന്നെ PD സാധനത്തിനൊക്കെ പോകണം, അത് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവൂ. ഇതാണ് നമ്മുടെ സസ്പെൻഷൻ വരുന്നത്. പിന്നെ ആ ഒരു ബാറ്ററിയിൽ നിന്ന് പോണ വയറാണ് ആ ഒരു ഓറഞ്ച് വയർ എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പിടി എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല കിട്ടിലും ക്വാളിറ്റി ഉള്ളൊരു പിടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ഏതറിൻ്റെ ഒരു ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടെയിൽ ലാമ്പ് പരിപാടിയുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ലൈറ്റ് ആണ് കേട്ടോ. നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ആണ്. താഴെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങളുണ്ട്. അതാണ് 2025 പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതറിൻ്റെ ടോപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാണാനായിട്ട് ജസ്റ്റ് ഇതാ ചാവി ഇവിടെ ഇട്ടൊക്കെയാണ്. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇവിടെ തുറക്കും. സ്വിച്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കീയൊന്നും ഇടേണ്ട ആവശ്യമില്ല. പൊക്കണ സമയത്ത് നമുക്ക് ഇത്രയും നല്ലൊരു ബൂട്ട് സ്പേസ് ഇതിനകത്ത് കിട്ടും ഗൈസ്. പഴയതിനെ അപേക്ഷിച്ചിട്ട് ബൂട്ട് സ്പേസ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതാ ഇവിടെ ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട്. ഇതെൻ്റെ ക്യാമറ ബാഗ് ഇരിപ്പുണ്ട്. ഇവിടെ വേറൊരു ചെസ്റ്റ് മൗണ്ട് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു LED ലൈറ്റ് ഇവിടെ വരണുണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ ഇത്രയും നാളായിട്ടും ഒരു EV ആയിട്ട് പോലും ഒരു ചാർജർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാനായിട്ട് ഒരു സോക്കറ്റ് പോലും ഇല്ല ഗൈസ്. അതാണ് ഇതിൽ ഏറ്റവും ഡീമെറിറ്റ് ആയിട്ട് തോന്നിയത്. പക്ഷേ അത് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ അല്ല. പക്ഷേ എന്തെങ്കിലും ആവശ്യമായിട്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നടക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. പിന്നെ ഇവിടെ 450X HR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മറ്റേ പുരട്ടാവുള്ളതൊക്കെ ഉണ്ട്. മഴ നനഞ്ഞിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് ടച്ച് വർക്കാവോ ഇല്ലയോ നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ ടാപ്പ് ചെയ്യുന്നു. നമുക്ക് ബ്രൈറ്റ്നസ് നമുക്ക് എത്ര വേണോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടാ, ഇതാണ് നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇവിടെ വീണ്ടും മഴത്തുള്ളി വന്ന് വീണിട്ടുണ്ട്. ഇവിടെ വെള്ളം വീണ ഇപ്പോൾ ഇത്രയും വെള്ളം കിടക്കുകയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത്രയൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാ കണ്ടാ ഇത് വർക്കാവണുണ്ട്. ഇവിടെ ടച്ച് ചെയ്യുന്നു. ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യണം. കണ്ട ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോൾ ഓൺ ഓഫ് ആക്കാൻ പറ്റും. പിന്നെ സ്മാർട്ട് ഈക്വൽ നമ്മളിപ്പോൾ കണ്ട സ്മാർട്ട് ഈക്വൊക്കെ നമുക്ക് ഓൺ ആക്കി ഓഫ് ആക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ല, പക്കയായിട്ട് നിൽക്കുന്നതാണ്. ഇതിൽ സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡാർക്ക് മോഡ് വേണോ ലൈറ്റ് മോഡ് വേണോ എന്ന് ചോദിക്കും. ഡാർക്ക് മോഡ് കൊടുത്താൽ ലോഡിങ് ന്യൂ തീം എന്ന് പറഞ്ഞ് കാണിക്കും. വീണ്ടും ആ സെറ്റിങ്സിൽ പോയിട്ട് താഴോട്ട് പോകുമ്പോൾ ഓട്ടോ തീം വേണമെങ്കിൽ ഇടാൻ പറ്റും. രാത്രിയാകുമ്പോൾ ഇത് മാറുന്നതായിട്ട് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ സൗണ്ട് കേൾക്കണത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്ത് തരാൻ പറ്റും. പഴയ വണ്ടിയേക്കാളും ഈ വണ്ടി കുറച്ചുകൂടെ ശകലം ഒന്ന് മൂവ് ചെയ്താലും നമുക്കിത് സൗണ്ട് കേൾക്കും. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. ലൈവ് ലൊക്കേഷൻ ഷെയറിങ് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ലൈവ് ലൊക്കേഷൻ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കില്ല, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ പറ്റും. ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ ഒരിക്കലും നിങ്ങൾ ഓഫ് ചെയ്തിടരുത്. റാലി, റോഡ്, റെയിൻ എന്ന് പറഞ്ഞ മോഡുണ്ട്. റെയിൻ മോഡാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ട്രാക്ഷൻ കൂടുതൽ കിട്ടും. അതായത് ആ സ്പിന്നാവണത് കുറയും. നേരത്തെ നമ്മൾ സ്പിന്നാവണത് കാണിച്ചു തന്നല്ല, ആ ഒരു സ്പിന്നാവണത് ഇതിൽ നേരത്തെ അതിനേക്കാളും നല്ല കുറയും. റെയിൻ മോഡിൽ റാലിയിൽ ഇട്ടുന്ന അതിനേക്കാളും ഒരു ട്വിസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും. റോഡിലൊക്കെ ഇട്ടൊക്കെയാണ് നല്ലത്. അത് മീൻസ് അങ്ങനത്തെ മോട്ടോർ പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഡിലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രാക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയറൊക്കെ കറക്കി ഫ്രണ്ടൊക്കെ പൊക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം താഴോട്ട് തന്നെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സാധനം ഓഫിനാണ് കേട്ടോ. വണ്ടി വളച്ചിട്ട് തിരിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കാൻ പറ്റും. ഗൈഡ് മീ ഹോം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ചാവി വണ്ടി ഓഫ് ചെയ്താൽ ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഓഫ് ആവത്തുള്ളൂ. ഇൻകോഹിൻറ്റോ എന്ന് പറഞ്ഞ മോഡുണ്ട്. ആ ഇൻകോഹിൻറ്റോ എന്ന് പറഞ്ഞ മോഡ് ഓണാക്കിയിട്ടാൽ മറ്റേ ചെറുക്ക ഇനി വിളിക്കുമ്പം നമ്മളെ വിളിച്ച് ചോദിക്കില്ലേ
മറ്റേ ചിറക് നിക്കണല്ലേടാ നീ അവിടെ നീ ആ ചിറകുടിയില്ലേ മറ്റേ നമുക്കൊന്നും അറിഞ്ഞിടാത്തല്ല നീ ചെറ്റിച്ചില് വഴി ഇങ്ങനെ പോയില്ലേ അവൾ മീൻസ് നമ്മളെ കണ്ടിട്ട് വിളിക്കണാണെന്ന് അവൻ മറ്റേ ചാര ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് വന്നു പറഞ്ഞു. സ്മാർട്ട് ഈക്കോ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം. ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് ഉണ്ട്. നമ്മുടെ വണ്ടി ചാർജിങ് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം ഇത്ര സമയത്ത് രാവിലെ ഇത്ര സമയമാകുമ്പോൾ ഇപ്പം നമ്മൾ വൈകുന്നേരം ചാർജ് ചെയ്തിട്ടാലും ഇത്ര സമയം കഴിയുമ്പം ഒന്ന് സ്റ്റോപ്പായിട്ട് രാവിലെ ഇത്ര സമയം ആവണ സമയത്ത് അത് ഫുൾ ചാർജ് ആവണ പരിപാടിയാണ് അത്. പിന്നെ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതായത് റിവേഴ്സ് ഒന്നും ഇറങ്ങി പോകില്ല. റിവേഴ്സ് ഇറങ്ങി പോകുന്ന പേടിയുള്ളവർക്കൊക്കെ ഓണാക്കി ഇടാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ റീജൻ നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും. ഇത് ഓണാക്കി ഇട്ടാൽ നമുക്ക് ആക്സിലേറ്റർ വിടുന്ന സമയത്ത് ചെറിയൊരു പിടുത്തം നമുക്ക് അത് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോൾ സേഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഫോൾ സേഫ് ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ആവും. ഈ കാണുന്ന ഇൻഡിക്കേറ്ററാണ് ബ്ലിങ്ക് ആവണത്. ഇത് എവിടെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോടേ ഈ ഒരു സാധനം. അതാണ് ഇതിൻ്റെ അവിടം വരെയുള്ള സാധനം. അത് കഴിഞ്ഞ് താഴോട്ട് വേറെ ഒരു പരിപാടിയില്ല. പിന്നെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് നമുക്ക് ഓണാക്കി ഇടാം, പിന്നെ മ്യൂസിക് ഓണാക്കി ഇടാം, കോൾസ് ഓണാക്കി ഇടാം. പക്ഷേ നമ്മുടെ ഹെൽമെറ്റ് എവിടെ ഇടാം? ഇതാണ് ഏതറിൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർകോം കണക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് പാട്ട് കേൾക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കി ഇരിക്കണവന് ഈ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻ്റർകോമിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇതാണ് ഏതറിൻ്റെ കൂടെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെ കേട്ടോ. ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർകോം വെച്ച് കണക്ട് ചെയ്ത് അവർ കേൾപ്പിച്ചൊക്കെ തരും. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും എൻ്റെ വലിയ ബ്രാൻഡഡ് സാധനം പോലെ അല്ല, എന്നാലും ഒരുവിധമുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അത് എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ ഓടിച്ച് പോകുമ്പോൾ സംസാരിച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കൊരു നിയമം വന്നായിരുന്നു, വണ്ടിയിൽ ബാക്കി ഇരിക്കുന്നവർക്ക് സംസാരിച്ചാൽ പറ്റിയുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പം ഇതിൻ്റെയൊക്കെ ഉപയോഗം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ആംഗ്യ ഭാഷയിൽ വേണമെങ്കിൽ കാണിക്കാം ക്ലാസ്സിൽ കൂടെ. അത് കഴിഞ്ഞ് ഈ വണ്ടിയിൽ വെള്ളം ശേഖരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് തന്നതാണ്. പിഴിഞ്ഞ് നോക്കടാ, വല്ലതുകൊണ്ടാണ് ഉണങ്ങി കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ ഒരു ഇതിൽ കിട്ടണതാണ് കേട്ടോ. 200 എത്ര രൂപ? ഇത് 300 സംതിങ് രൂപയാണ്. അത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസ അവിടെ ഇത് അടയ്ക്കേണ്ടി വരും. മറ്റേ ഒരു കോംബോ പോലെ കിട്ടുന്ന സാധനമാണ്. പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. പക്ഷേ സ്പീഡ് ഒന്നും അങ്ങനെ കൂടാനൊന്നുമില്ല. ആ ലോഞ്ചിലൊരു ഒരു ക്വിക്കായിട്ടുള്ള ലോഞ്ചിൽ നിന്ന് 1 സെക്കൻഡ് കൂടെ നമുക്കൊരു വ്യത്യാസം കിട്ടുമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ സ്റ്റാൻഡ് ടെക്നിൻ്റെ ഇൻഡിക്കേഷനാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ കിൽ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് അത് കാണിച്ചത്. ഇവിടെ ബ്ലൂടൂത്തും പിന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള സിം. ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ കറൻ്റ് ഓടിയിട്ടുണ്ടെന്നുണ്ട്. ഇവിടെ ലോഗോ, ഏതാണ്ട് ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് ലൊക്കേഷൻ ഇവിടെ സേവ് ചെയ്തിടാൻ പറ്റും, മാപ്പ് വലുതായിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ പരിപാടികളാണ് ഇതിനകത്തുള്ളത്. അതിനുശേഷം നമുക്ക് നോക്കുന്ന സമയത്താണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് പുതിയതായിട്ട് വന്ന സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സിൻ്റെ സ്വിച്ചാണ്. മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഇടാനായിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് റിവേഴ്സ് ഇടാനായിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇതിൽ കൊടുത്താൽ തന്നെ റിവേഴ്സ് ഇടാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റൈഡ് മോഡ് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്കറിയാം റൈഡ്, അതുപോലെ തന്നെ സ്പോട്ട്, വാർപ്പ്, അതായത് ക്യുക്കാണ് എടുത്താ. 1 സെക്കൻഡ് പോലും ഡിലേ ഇല്ല. നമുക്ക് ടക്കനെ കണ്ട ആ ഒരു ഡിലേ ഇല്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകണ്ട, നിങ്ങൾക്ക് ആ ഒരു ഡിലേ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. അത്യാവശ്യം നല്ലതാണ്. ഇത് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചാണ്. ഇത് ഓണാക്കിയിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അത് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇത് ഓഫ് ചെയ്താൽ ഓഫ് ആവുന്നതായിരിക്കും. പിന്നെ ഇവിടെ വേറെ സോൺ ആപ്ലിക്കേഷൻ പരിപാടിയൊന്നുമില്ല. ഇവിടെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ആണ്. പാസ്സായിട്ടൊന്നുമില്ല. ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓണായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ പാസിന് വരെ ഡിമ്മിൽ നിന്ന് ബ്രൈറ്റ് അടിച്ചു കൊടുത്താൽ പാസ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ബാക്കി ഇതിൻ്റെ മറ്റേ ആ മോഡ് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നൊരു സ്വിച്ചും കാര്യങ്ങളാണ് ഇതാ ഇവിടെ വരുന്നത്. നമ്മൾ മുകളിലോട്ട് ഇത് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആ ഒരു റൈഡിങ് മോഡിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ചേഞ്ച് ചെയ്യാനായിട്ട് സെൻട്രൽ അതിൽ കാണിച്ചിട്ടുണ്ട്, സെൻട്രൽ താത്താൽ ചേഞ്ച് ആവുന്നുള്ളത്. ഇപ്പോൾ റെയിൻ മോഡ് മാറ്റിയിട്ട് റോഡ് മോഡ്, റാലി മോഡ്, അതൊക്കെ ഇതിൽ കൂടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം റെയിൻ മോഡ് വേണ്ട, റോഡ് മോഡ് ഇട്ടിരിക്കുന്നതാണ് നല്ലത്. റാലി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം വണ്ടി ഓട്ടിച്ച് നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ റാലി ഇട്ടിരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ താഴോട്ടാക്കുന്ന സമയത്ത് അത് പോകുന്നതാണ്. മുകളിലോട്ടാക്കിയതിന് ശേഷം വേറെ എന്തൊക്കെ അതിലുണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് റൈഡ് വ്യൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞ സാധനം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ആക്കിയിട്ട് വണ്ടി ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അത് ഹോമിൽ വേണമെങ്കിൽ ഹോമിൽ പോകാം. നാവിഗേഷൻ വർക്കിൽ വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്തിടാൻ പറ്റും കേട്ടോ. നമുക്ക് വീട്, ഞാൻ എൻ്റെ നാവിഗേഷൻ വീട് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെ പോകണമെങ്കിലും ഞാൻ നേരെ തിരിച്ച് ഹോമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഹോമിൽ നമുക്ക് കിലോമീറ്റർ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സ്ഥലം അറിയണ്ട, ഹോമിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലൊക്കേഷനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ആ ഒരു പരിപാടിയാണ് അതിനകത്തുള്ളത്. അത് 1 സെക്കൻഡ് 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് പോകുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇത് നാവിഗേഷൻ പോയിൻ്റ്, അങ്ങനത്തെ പരിപാടികളാണ്. അത് എത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. വേറെ ഉപയോഗമൊന്നുമില്ല. ഈ ഒരു സാധനം കാണാൻ ഇത്തിരി അടിപൊളിയായിട്ട് കൊടുത്തേക്കണമെന്നേ ഉള്ളൂ. തൊട്ട് താഴെ നമുക്ക് ഇൻഡിക്കേറ്ററാണ് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൽ സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തോട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. ആ ഇൻഡിക്കേറ്ററിൽ DRL ഉണ്ട്, കാണിച്ചിട്ട് ഇത് ഹോണാണ്. ഇത് നമുക്ക് ചാവി ഓഫ് ചെയ്തിടാം. അപ്പം ഇതിൻ്റെ ആ ഒരു
റൈഡിങ് എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റേഞ്ച് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് കിടിലമായിട്ട് ചെയ്യാം. കാരണം വണ്ടി നമ്മളെ കയ്യിലുണ്ട്. എക്കോ മോഡൽ, സ്മാർട്ട് എക്കോ മോഡൽ മാത്രം ഓടിക്കൊണ്ട് പോകുന്ന ഒരു റേഞ്ച് ടെസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെ നമ്മൾ ഡെയിലി യൂസിന് നമ്മൾ എങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തെടുക്കും. അപ്പോൾ എന്നെപ്പോലെ ഒരാളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലെ ഒരാൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം റേഞ്ച് കിട്ടും ഒരു ദിവസം എന്നുള്ളൊരു ലെവലിൽ വെച്ചിട്ട് ചാർജറും കൊണ്ട് നമുക്ക് ഇറങ്ങാം. എവിടെയെങ്കിലും വെച്ച് തീരുമ്പോൾ കുത്തിയിടണ്ടേ. അപ്പം അങ്ങനെ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ മോഡിൽ ഉള്ള, ഇപ്പോൾ വാർപ്പ് മാത്രമാണെങ്കിൽ ഒരു ദിവസം വാർപ്പിട്ട് മാത്രം ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് ചാർജ് നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. ഇപ്പോൾ ഈക്കോ മാത്രം വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഈക്കോ മാത്രം, അങ്ങനെ 4-5 വീഡിയോ എന്നാ പൊളിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് എല്ലാ മോഡും കൂടെ ഇട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് പോണ ഒരു വീഡിയോ. ലോങ് റൈഡൊന്നും പോണ വീഡിയോ എടുക്കാൻ പറയല്ലേ. ഇവിടെ നിന്ന് 300 കിലോമീറ്റർ പോകാൻ 3 ദിവസം എടുക്കും. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല. നോർമലി നമുക്കിത് വെച്ച് ഒരു ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തേക്കുക. അടുത്ത ഊളയിലെ വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ വേറെ ഏതെങ്കിലും EV വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഇത്രയുള്ള കൈസ് ഇന്നത്തെ വീഡിയോ എടുത്തിരുന്നപ്പോൾ മഴ വന്ന് ഇവിടെ ഒരു പ്രകൃതി രമണി ആസ്വദിച്ച് വീഡിയോ എടുക്കാമെന്നുണ്ട്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ പോയടായി അപ്പുറത്ത് ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുക, ബസ് സ്റ്റോപ്പിൽ ഒരു കടയിൽ കയറി നിൽക്കുക. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ക്യാമറയൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് ഓടാനായിട്ട് സെറ്റായിട്ട് നിന്നുകൊണ്ട് പറ്റി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. പിന്നെ മാപ്പിലാണെങ്കിൽ വെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ട ടച്ച് റെസ്പോൺസൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാ ടച്ച് റെസ്പോൺസൊക്കെ നല്ലതാണ്. നമ്മളിപ്പം ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് അടുത്താണ്, നമുക്ക് കാട്ടിലെ കണ്ണൻ്റെ അവിടെ പോവാം. അപ്പോൾ നാവിഗേഷൻ 9.5 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. നമുക്ക് നാവിഗേഷൻ പോയിട്ട് അതായത് ഇതുവഴി നോക്കിപ്പോയി കഴിക്കാം, വഴി അറിയാം. പിന്നെ ഇതുള്ളതുകൊണ്ട് ഒരു പ്രകസനമട എന്ന് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോട്ടെ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ വീണ്ടും ബൈ ബൈ. വണക്കം മക്കളെ.